2025 തുടക്കത്തിലാണ് ഞാൻ ഹ്യുണ്ടായി ക്രെറ്റയുടെ മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ വേരിയന്റ് വാങ്ങിയത്. മിഡ് സൈസ് SUV സെഗ്മെന്റിലെ രാജാവായി അറിയപ്പെടുന്ന ക്രെറ്റയുടെ യഥാർത്ഥ മെയിൻ്റെനൻസ് ചെലവ് എത്രയാണ്? ഒരു വർഷം കൊണ്ട് എനിക്ക് എത്ര രൂപ ചെലവായി? വരും വർഷങ്ങളിൽ ഇത് ലാഭകരമാണോ? ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ആദ്യം നമുക്ക് ഈ വണ്ടി റോട്ടിൽ ഇറക്കാൻ എത്ര ചെലവായെന്ന് നോക്കാം. 2025 കണക്കുകൾ പ്രകാരം എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 14,35,900 രൂപയാണ്. ഇൻഷുറൻസ് 59,050 രൂപ, റോഡ് ടാക്സ് 2,16,700 രൂപ, ഫാസ്ടാഗ് ആൻഡ് ബേസിക് ആക്സസറീസ് 5,500, ഡിസ്കൗണ്ട് 40,000 രൂപ. ഡിസ്കൗണ്ട് കഴിഞ്ഞ് ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 16,77,150 രൂപയാണ്. ഇനി കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം നോക്കാം. ഞാൻ ഏകദേശം 8,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിച്ചത്. പെട്രോളിന് ഏകദേശ വില എന്ന് പറയുന്നത് 107 രൂപയാണ്. ക്രെറ്റ ഏകദേശം 14 കിലോമീറ്റർ മൈലേജ് തരുന്നു എന്ന് കണക്കാക്കിയാൽ 8,000 കിലോമീറ്ററിന് ഏകദേശം 571 ലിറ്റർ പെട്രോൾ അടിച്ചു. ആദ്യ വർഷത്തെ സർവീസിന് 7,000, ഇൻഷുറൻസ് പുതുക്കാൻ 25,000 ചെലവായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ചെലവെന്ന് പറയുന്നത് 93,097 രൂപയാണ്. ഈ 93,097 രൂപയെ 8,000 കിലോമീറ്റർ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഏകദേശം കിട്ടുക 11 രൂപയാണ്. ഇതാണ് എനിക്ക് 1 കിലോമീറ്ററിന് ചെലവായത്. ഇതിൽ കാറിന്റെ വില കൂട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കാം. 10 വർഷം കൊണ്ട് നമ്മൾ 1,00,000 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ എത്ര രൂപ ചെലവാകും? പെട്രോൾ വില മാറാതെ നിന്നാൽ പോലും ഏകദേശം 7,64,000 രൂപ. 10 വർഷത്തെ സർവീസ് ചാർജ് ഏകദേശം 1,00,000 രൂപ, ടയർ മാറ്റുന്ന ഉൾപ്പെടെ. ഇൻഷുറൻസ് ശരാശരി ഒരു 20,000 വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 1,80,000 രൂപ. ഇനിഷ്യൽ ഓൺ റോഡ് കോസ്റ്റ് നമ്മൾ ആദ്യം മുടക്കിയ 16,77,150 രൂപ. മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് 27,21,150 രൂപയാണ്. 10 വർഷം കഴിഞ്ഞ് നമ്മൾ മുടക്കിയ കാറിന്റെ വിലയും റണ്ണിങ് ചെലവും കൂട്ടി 1,00,000 കിലോമീറ്ററുമായി ഹരിച്ചാൽ 27 രൂപ കിട്ടും. അതായത് നിങ്ങൾ ഒരു ക്രെറ്റ വാങ്ങി 10 വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ കാറിന്റെ വില കൂടി ഉൾപ്പെടുത്തിയാൽ 1 കിലോമീറ്ററിന് ഏകദേശം 27 രൂപ ചിലവ് വരുന്നുണ്ട്. എന്നാൽ 10 വർഷം കഴിഞ്ഞ് ഈ കാർ നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു റീസെയിൽ വാല്യൂ കിട്ടുമെന്നത് മറക്കരുത്. ഇനി നിങ്ങൾ ഒരു ക്രെറ്റ കാർ റെന്റ് എടുക്കുകയാണെങ്കിൽ 1,500 രൂപയാണ് പെർ ഡേ നിങ്ങൾക്ക് ചെലവ്. 30 കിലോമീറ്റർ ഓടാൻ ഏകദേശം 200 രൂപയുടെ പെട്രോൾ വേണം. അപ്പോൾ 1 കിലോമീറ്ററിന് ശരാശരി ചെലവ് വരുന്നത് 56 രൂപയാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വണ്ടി വാങ്ങുന്നതിനേക്കാൾ ലാഭം റെന്റ് എടുക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.